എല്ലാവർക്കും നമസ്തേ. ഞാൻ ശ്രീരേഖ, രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി എന്ന് പറയുന്നുണ്ട്. സന്തോഷം കേട്ടോ. കൂടാതെ ഒരുപാട് പേർക്ക് മുടി കൊഴിയുന്നുണ്ട് കേട്ടോ. അപ്പം അതിനെല്ലാം പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സോപ്പും അതുപോലെ തന്നെ ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. എന്നോട് ചേച്ചി ഷാമ്പു ഉപയോഗിക്കാറില്ലെന്ന് ചോദിച്ചു. ഞാൻ കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിരുന്നു. അപ്പൊ അതിന്റെ ദൂഷ്യവശം എനിക്ക് മനസ്സിലായി കേട്ടോ. അത് കാരണം കംപ്ലീറ്റ് നിർത്തി. ഷാമ്പും സോപ്പും ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയെന്ന് വരില്ല. അത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്. പിന്നീട് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളത് നിർത്തും കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ നിങ്ങൾ തുടക്കം മുതലാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരോടാണെങ്കിലും എനിക്ക് ഇതേ പറയാനുള്ളൂ കേട്ടോ. തലയിൽ ഒരു കാരണവശാലും സോപ്പും ഷാമ്പും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്ന കാരണങ്ങൾ പലതരത്തിലുണ്ടല്ലോ. അപ്പം നമ്മളത് ശ്രദ്ധിക്കാം. എന്തുകൊണ്ടിട്ടാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത്. ചിലവർക്ക് അസുഖങ്ങൾ ഉണ്ടാവാം കേട്ടോ. അതിൽ കുറെ കാര്യങ്ങൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത്. യൂറിനറി ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പുള്ളവർക്ക്, പൈൽസ് ഉള്ളവർക്ക്, തൈറോയിഡ് ഉള്ളവർക്ക്, ഇങ്ങനെ ശരീരത്തിൽ ചൂട് കൂടുന്നവർക്ക് ഇതെല്ലാം മുടി കൊഴിച്ചിലായിട്ട് വരും കേട്ടോ. ഫംഗസ് ഉണ്ടെങ്കിൽ, ഇനി തലയിൽ സംബന്ധിച്ചിട്ട് ഫംഗസ്, താരൻ ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മുടി കൊഴിയാം. പിന്നെ കൂടാതെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സോപ്പിന്റെയും ഷാമ്പുവിന്റെയും അലർജി ഉണ്ടാവും കേട്ടോ. സ്കിന്നിന് അലർജി വന്നാൽ പെട്ടെന്ന് നമുക്ക് ഫംഗസ് ആവും. അലർജിയിൽ മൂലം ഫംഗസും മൂലം നമുക്ക് എന്ത് പറ്റും, മുടി കൊഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മുതൽ ഇത്രയും നാൾ ഉപയോഗിച്ചിരുന്നവർ ഓക്കെ ശരി, പക്ഷെ ഇന്ന് മുതൽ ഞാൻ പറയുന്ന ഇന്ന് മുതൽ നിങ്ങൾ കംപ്ലീറ്റ് ഉപേക്ഷിക്കണം കേട്ടോ. സോപ്പും വേണ്ട, ഷാമ്പും വേണ്ട. നമ്മുടെ പാക്കിലൂടെ നമുക്ക് ഇതെല്ലാം ഇതിൻ്റെ മുടിയുടെ ചെളി അല്ലെ, അഴുക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റാം. നമ്മൾ ശരിക്കും സോപ്പും ഷാമ്പു ഉപയോഗിക്കുന്ന എന്തിനാ, തലയിലെ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മാറാനല്ലേ. അതിന് നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മാറും കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് പറയുന്ന ഒരു ചെറിയൊരു പാക്ക് ഉണ്ട്. അതും ഇതുപോലെ മുടിയിലെ അഴുക്കുകൾ മാറ്റി മുടിക്ക് ഒരു സിൽക്കി ഫീലിംഗ് തോന്നും കേട്ടോ. ശരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ, ഷാമ്പു ഇടുന്ന ഫീലിംഗ് നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഇതുപോലെ ഈ പറയുന്ന പാക്കും ടിപ്സൊക്കെ ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തോളൂ. നിങ്ങൾക്ക് 100% മുടിയിലെ മാറ്റം ഉണ്ടാവും കേട്ടോ. മുടി കൊഴിച്ചിൽ കുറയും, മുടി വളർന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഏതാണ് ആ ടിപ്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് കേട്ടോ. മനസ്സിലായോ എന്താന്ന്? ഫെനുഗ്രീക്കാണ്, ഉലുവ. അപ്പം നമ്മൾ ഈ ഉലുവ നമുക്കൊന്ന് കുതിർന്ന് കിട്ടണം അരയ്ക്കാനായിട്ട്. നമ്മൾ ഒന്നില്ലെങ്കിൽ തലേ ദിവസം കുതിർത്തിയിടാം. ആവശ്യത്തിന് 2-3 സ്പൂൺ എത്രയാണോ ആവശ്യം അത്ര ഇടുക. ഓരോരുത്തരുടെ തലമുടിയുടെ നീളമൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ നമുക്ക് എടുക്കേണ്ടത്. ഒന്നില്ലെങ്കിൽ തലേ ദിവസം ഇടുക, അല്ലെങ്കിൽ രാവിലെ ഇട്ടിട്ട് നമ്മൾ വൈകുന്നേരം അരയ്ക്കാം. അപ്പോൾ കുതിർന്നിരിക്കും കേട്ടോ. ഇപ്പം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ ഒരു പത പോലെ വരും, എന്നാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുതിർന്ന് എടുത്ത ഈ ഉലുവ നമ്മൾ ഒരു ജാറിൽ, മിക്സിയുടെ ജാറിൽ ഇട്ട് അരച്ചെടുക്കാം കേട്ടോ. അല്പം വെള്ളവും കൂടി ചേർക്കാം നമുക്ക്. ഇത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി കഴിഞ്ഞാലും ഇതെല്ലാം വെള്ളം പിടിക്കും, ഉലുവ എല്ലാം. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ആ അരച്ചെടുത്ത ഉലുവ കേട്ടോ. വെള്ളം ചേർത്ത് നമ്മൾ അരച്ചെടുക്കാം. പിന്നെ അരിച്ചെടുക്കുമ്പോൾ കോട്ടൺ തുണി വേണ്ട കേട്ടോ. നെറ്റ് പോലെയുള്ള തുണികൾ ഉണ്ടെങ്കിൽ, പഴയ തോർത്തൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം ഇത് കുറച്ചുകൂടി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കൊഴുപ്പ് കൂടുതലുള്ള കാരണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൽ വേണം അരിച്ചെടുക്കാൻ.
കണ്ടോ, നമുക്ക് ഇങ്ങനെ അരിച്ചെടുക്കാം. ഇത് എന്തിനാ അരിച്ചെടുക്കണമെന്ന് വെച്ചാൽ, നമ്മളിത് അരിച്ചെടുത്തില്ലെങ്കിൽ ഇതിന്റെ തരിതരി പോലെയുള്ള അവശിഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നമ്മളെ തലമുടിയിൽ തലോട്ടിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പൊ നമുക്ക് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും പോകില്ല, പിന്നെ വെടുത്തുന്ന സമയത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ ഇത് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് തല തേക്കാം കേട്ടോ. ഇതിന്റെ തരിയൊന്നും ഉണ്ടാവില്ല. നമുക്ക് തലോട്ടിലും തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. കാണിച്ചുതരാം. ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെറും വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇത് കഴുകി കളഞ്ഞ് കഴിയുമ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും മുടിയൊക്കെ. ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കറിയാം നല്ല സ്മൂത്ത് ആയിരിക്കും മുടി കേട്ടോ, സിൽക്കി ഹെയർ ആവും. അപ്പോൾ ഇതിൽ ഇനി ചിലവർക്ക് ഇത്തിരി മയം വേണം മുടിയിൽ എന്നുള്ളവർ ഇങ്ങനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിൽ 2-3 തുള്ളി നിങ്ങൾ തേക്കുന്ന എണ്ണ ഏതാണോ അത് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഒഴിച്ചു കഴിഞ്ഞാൽ തലമുടിയിൽ ഒരു എണ്ണമയം തോന്നും. അല്ലാത്ത വേണ്ടാന്നുള്ളവർക്ക് ഇത് വെറുതെ തേക്കാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് തലമുടിയിലും തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നല്ല നല്ല സുഖം. ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ നല്ല ഒരു കൊഴുപ്പുണ്ട് കേട്ടോ. തലമുട്ടിൽ ഇത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇങ്ങനെ 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 തേച്ച് എന്ത് സുഖം എന്നറിയോ. ഇത് തേക്കുമ്പോൾ നല്ല തണുപ്പുണ്ടാവും കേട്ടോ തലയ്ക്ക്. താരം പോലെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ടിപ്പിൽ പാക്കിൽ ഒരെണ്ണം ഇതായിക്കോട്ടെ കേട്ടോ, ഇതായിക്കോട്ടെ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഒരു 3-4 ദിവസം ആഴ്ചയിൽ ഇത് തന്നെ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അടുത്ത പാക്ക് അടുത്ത ആഴ്ച ഉപയോഗിക്കാം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതിന്റെ കൂടെ നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് അധികം വേണ്ട കേട്ടോ, 2-3 തുള്ളി ഇട്ടാൽ മതി. ഞാനിതിൽ ഇടാറില്ല കേട്ടോ. എനിക്ക് കുറച്ച് മുടി ഡ്രൈനെസ് ഒന്നും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ തലോട്ടിലും തലമുടിയിലൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ബാക്കിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. നീർപ്പിടുത്തം, ജലദോഷം അങ്ങനെ വരാൻ ചാൻസ് ഉള്ളവർക്ക്, തണുപ്പ് പറ്റില്ല എന്നുള്ളവർക്ക് നമ്മുടെ രാസനാദിപ്പൊടി നിറയെ തിരുമ്മിയിട്ട് വേണം കേട്ടോ ഇത് അപ്ലൈ ചെയ്യാൻ. ഇത് വീണ്ടും വീണ്ടും പറയുന്നത് മറക്കാതിരിക്കണം കേട്ടോ. എന്താ തൊടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ. നല്ലത്. അത് തേച്ച് അരമണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഷാമ്പൂ ഒന്നും ഉപയോഗിക്കണ്ട, പറഞ്ഞു വെറും വെള്ളത്തിൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിനി മുടിയിൽ അപ്ലൈ ചെയ്യാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ചെയ്തിട്ട് മുടിക്ക് നല്ല ഫീലിംഗ് കേട്ടോ. തലമുടിയിൽ തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവും. മുടിയുടെ താരൻ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഈ കായ ഉണ്ടല്ലോ, കായ എന്ന് പറയും മുടിക്കായ, അതുണ്ടാവില്ല. പിന്നെ സ്പ്ലിറ്റ് എൻഡ് ഉണ്ടാവില്ല. ഉണ്ടോ, ഇങ്ങനെ തുമ്പിൽ തേച്ച് 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 പോവാം. എന്നിട്ട് മുടി വിണ്ട് കീറണു എന്ന് പറയില്ല, അടിയിൽ മുടി വിണ്ട് കീറണു എന്ന് പറയുന്നവർക്ക് തലമുടി ഇങ്ങനെ തുമ്പ് മടക്കി വെച്ചിട്ട് ഉണ്ടോ ഇങ്ങനെ പറ്റി കൊടുക്കാം. അപ്പൊ ഈ വിണ്ട് കീറലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇതൊരു 3 സ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഉലുവ.
അത്രയും വേണ്ടവർ അത്ര എടുക്കാം, അത്രയും ആവശ്യമില്ലാത്തൊരു 2 സ്പൂൺ 1 സ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ. നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ. ഇത് കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞ് കുളിച്ച് കഴിയുമ്പോൾ, വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫീലിംഗ് അറിയാം മുടിയുടെ കേട്ടോ. അപ്പോൾ തലയിലെ താരനും പോകും കേട്ടോ. തണുപ്പാണ് ഉള്ളിൽ, അപ്പൊ നമുക്ക് നല്ല സുഖം കിട്ടും. നമ്മൾ ഈ തല കഴുകുന്ന സമയത്തുണ്ടല്ലോ മുടി, അത് നമ്മൾ ബക്കറ്റിൽ നിറച്ചിട്ട് കപ്പ് കൊണ്ട് കഴുകാം. അതല്ലെങ്കിൽ പൈപ്പിന്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് ലൈറ്റായിട്ട് വെള്ളം ഒഴിച്ച് കഴുകാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് നമ്മൾ തല കുനിച്ച് മുടി അലമ്പി എടുക്കാന്ന് പറയില്ലേ, തുണി അലമ്പണ പോലെ മുടി അലമ്പി എടുക്കാം കേട്ടോ. നമ്മൾ കുളത്തിലൊക്കെ പണ്ടുള്ള ആൾക്കാർ കുളത്തിൽ കുളിച്ചിട്ട് ഇങ്ങനെ പൊങ്ങി താന്ന് അങ്ങനെ ഒരു 5-6 പ്രാവശ്യം ഡെയിലി ചെയ്തോളൂ കുളിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് തലമുടി അലമ്പി എടുക്കാം. പിന്നെ കൂടാതെ ഞാൻ പറഞ്ഞ പോലെ കോമ്പിങ് ചെയ്യുക. മുടി നീളത്തിൽ ഇട്ടിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് കോമ്പ് ചെയ്യുക, ഹെയർ കോമ്പിങ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മുടിയുടെ നീളം കൂടും കേട്ടോ. നീളം കൂടാനും സഹായിക്കും. അപ്പൊ ഇതാണ് ഉലുവ പാക്ക് കേട്ടോ. ഇനിയിപ്പോ ഈ ഇത്രയും പാക്കും കാര്യങ്ങളും ടിപ്സ് ഒക്കെ കാണിച്ചു തരുന്നുണ്ടല്ലോ, ഇതില് ഒരു വിഭാഗം ആൾക്കാർക്ക് വിഷമം ഉണ്ടാവും, സംശയം ഉണ്ടാവും. കാരണം അവര് മുടി ഡൈ ചെയ്യുന്നുണ്ടാവും, ഹെയർ ഡൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് വിചാരിക്കും, അയ്യോ ഇതിപ്പോ ഹെയർ ഡൈ ചെയ്തു, ഈ പാക്ക് എല്ലാം ചെയ്യുമ്പോ എന്റെ കളറ് പോവില്ലേ മുടിയുടെ എന്ന് എന്ന് സംശയം ഉണ്ടാവും കേട്ടോ. അവർക്ക് വേറൊരു ഉപാധിയായിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഈ ഡൈ ചെയ്യുന്നവർക്കും പാക്ക് ചെയ്യാം കേട്ടോ. കളറ് നഷ്ടപ്പെടാതെ പാക്ക് ചെയ്യാം. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഹെയർ ഡൈ ഉണ്ട്, ആയുർവേദ ഹെയർ ഡൈ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും ചെയ്യാം, കൂട്ടത്തിൽ പാക്കും ചെയ്യാം. നമ്മളുടെ കളറ് പോവാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും മുടി കേട്ടോ. അങ്ങനെ ഇതുപോലെ ഡൈ ചെയ്യുന്നവർക്കായിട്ടുള്ള വേറെ ടിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അത് ചെയ്യാം, ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യാം. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെയുള്ളതും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. മുടിയെക്കുറിച്ച് കെയറിങ് ഉണ്ടാവണം കേട്ടോ. അടുത്ത ടിപ്പുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലതാണ്.